അപ്പോഴെങ്ങനെ വർക്ക് തുടങ്ങാൻ, എങ്ങനെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം എനിക്കിന്നാണ് ഡേറ്റ് ഉണ്ടായിരുന്നത് 5-ാം തീയതി. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സാധാരണ ലോഗിൻ ചെയ്യും പോലെ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ഈ ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് എന്നാണ് അവർ ഈ ഡേറ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്നാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളതെന്ന്. എനിക്കപ്പോൾ 5-ാം തീയതിയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കണം, ഈ ടാസ്ക് വാലിറ്റി നോക്കണം കേട്ടോ. ടാസ്ക് വാലിറ്റി ജസ്റ്റ് നോക്കി വെച്ചോളണം. നമ്മളിപ്പോൾ ടാസ്ക്കൊന്നും ചെയ്തിട്ടില്ല, എല്ലാവർക്കും 0 ആയിരിക്കും. അതുപോലെ അപ്പോഴത് ജസ്റ്റ് നോക്കി വെച്ചിരിക്കണം. കാരണം ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ എമൗണ്ട് ഇതിലാണ് ആഡ് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതാ ടുഡേ ടാസ്ക് ഉണ്ടല്ലോ, ഈ ടുഡേ ടാസ്ക് അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പ് ഡെമോ തന്നല്ല അതുപോലത്തെ ഇത് കാണും. ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ ശങ്കർ സാറ് ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയും ജസ്റ്റ് ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഡെമോ വീഡിയോ നോക്കി, ഇത് എന്തെങ്കിലും സംശയമുണ്ട് ഈ വീഡിയോ നോക്കി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ, സംഭവമൊന്നുമില്ല. ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്തത്, ക്രോമാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഇതുപോലത്തെ ഒരു ഇത് കാണും, ഒരു 2 വന്നിട്ടില്ല. ഇപ്പം ഇത് 2ാമത്തെ ടാബാണ്. അതുപോലെ അവിടെ തന്നെ ഈ പ്ലസിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ പ്ലസ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഈ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ പുതിയൊരു ടാബ് ഓപ്പൺ ആവും. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ആമസോണാണ്, amazon.in. അപ്പോൾ നമ്മൾ ആമസോൺ അടിക്കുമ്പോൾ തന്നെ അതിൽ ഫസ്റ്റല്ല 2ാമത് amazon.in വരും. ഈ amazon.in എന്ന് പറഞ്ഞ സംഭവം വരും. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആമസോൺ ഓപ്പൺ ആവും. ആമസോൺ ആപ്പ് മിക്കവാറും ഓപ്പണായി വരും. എനിക്ക് അങ്ങനെയാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. പക്ഷേ amazon.in ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് ഓപ്പണായി വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ കിടന്ന ആമസോൺ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വെബ്സൈറ്റാണ് പറഞ്ഞത്. അത് വേറെ കുഴപ്പമില്ല. എന്നിട്ട് ഇതായിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ പ്രൊഡക്റ്റ് വന്നു. ഇപ്പോൾ അത് ഷൈനറാണ്, അത് വണ്ടി എന്തായാലും സാധനമായിരിക്കും. ജസ്റ്റ് അത് വന്നു. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ മുകളിൽ ജസ്റ്റ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ താഴെ ഇവിടെ കോപ്പി ചെയ്യാനുള്ള സംഭവം വരും. ജസ്റ്റ് അതിനൊന്ന് തൊടുമ്പോഴത്തേക്ക് നമുക്കിവിടെ താഴെ കോപ്പിയാവും നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ കോപ്പിയായി, അവിടെ താഴെ കോപ്പിയാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഈ ടാബ് ഇപ്പം 3 അല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഈ മുകളിലത്തെ ഇത് സെലക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ SPO ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന സംഭവം. എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിചാരിച്ചത്. എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്തതുണ്ട്, കോഡുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റിലാണ് കൊടുക്കുക. ഈ ടൈറ്റിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, എവിടെ നിന്നാണ് ആ ലിങ്ക് എടുത്തത്. നമ്മളപ്പോൾ ആമസോൺ ആണല്ലോ, ആമസോൺ കൊടുക്കും. ടൈപ്പ് നമ്മൾ വെബ്സൈറ്റിൽ നിന്നല്ലേ നമ്മളെടുത്ത വെബ്സൈറ്റ്. പിന്നെ നമ്മൾ കോപ്പി ചെയ്ത സംഭവം ജസ്റ്റ് ഇവിടെ തന്നെ പ്രസ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് പേസ്റ്റ് വരും. പേസ്റ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ജസ്റ്റ് അത്രയുള്ള വർക്ക്. സിമ്പിളാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരുപോലെ എന്ന് വെച്ചാൽ ഒരുപാടുള്ളവർ തോന്നിയെങ്കിലും സംഭവം സിമ്പിളാണ്. എല്ലാവർക്കും അറിയാമെന്നുള്ള സിമ്പിൾ ടാസ്ക്, സിമ്പിൾ കാര്യം, അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് നമ്മൾ എന്നിട്ട് ഡാഷ്ബോർഡ് എടുത്തിട്ട് നോക്കിയത്. അപ്പോഴും അതിൽ എമൗണ്ട് ആഡായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. എനിക്ക് 5 രൂപയാണ് ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു എമൗണ്ട് പറഞ്ഞത്. 5 രൂപ ആഡായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ വർക്കാണ്. ഇന്ന് വർക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത 3ാമത്തെ ദിവസം അടുത്ത് വർക്ക് വരും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് കയറി, ഇത് നാളെയും മറ്റന്നാളും ഇല്ല, അതിൻ്റെ അടുത്ത ദിവസം അടുത്ത് നമുക്ക് വർക്ക് വരുള്ളൂ. 19ാം തീയതി വരെ ഡെമോ ആണ്. 20 തൊട്ട് വർക്ക് സ്റ്റാർട്ട് ആവുള്ളൂ. ഇത് ഡെമോ കുറച്ച് ആൾക്കാരെ വെച്ച് വെബ്സൈറ്റിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ്. സ്മൂത്തായിട്ട് വർക്ക് ആവാനും ട്രാഫിക് കുറയാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, വിഡ്രോവൽ കറക്റ്റായിട്ട് ഇനി സെറ്റായി വരാനൊക്കെ വേണ്ടി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾ ഡാഷ്ബോർഡിൽ നോക്കിയിട്ട് എന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അന്ന് നിങ്ങളിതുപോലെ ചെയ്താൽ മതി. സംശയമൊന്നും കാണില്ല, ജസ്റ്റ് ഇതുപോലെ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കി ഇതെല്ലാം ചെയ്യണം. ഡെമോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ വിടാൻ, വേണമെങ്കിൽ ചെയ്യാതിരിക്കുക. 5 രൂപയേ ഉള്ളൂ. എന്നാലും ചെയ്താൽ അത്രയും നല്ല 5 രൂപ കിട്ടുമല്ലോ, അത്രയേ ഉള്ളൂ. എന്തായാലും നോക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഡേറ്റ് സ്റ്റാർട്ട് ആവണമെന്ന് നോക്കിക്കോളൂ, അന്ന് ചെയ്താൽ മതി.
പിന്നെ രാവിലെ ടാസ്ക് ഓപ്പൺ ആയിരിക്കുമല്ലോ, ഒരു ഞാൻ വൈകുന്നേരം നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ടാസ്ക് എൻ്റെ ഇതിൽ വന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആവും തോന്നും ടാസ്ക് നമ്മൾ ഇതിൽ വരാൻ. അപ്പോൾ ജസ്റ്റ് അത് നോക്കിയിട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ.